എവിടേക്കാടി നാശം പിടിച്ചവളെ നീ ചവിട്ടിക്കയറി വരാൻ നോക്കുന്നത്? സുമ ദേഷ്യത്തോടെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഭദ്ര അവരെ സംശയത്തോടെ എന്നാൽ അല്പം ഭയത്തോടെ നോക്കി. മാമി, ഞാൻ മാമിയോ? ആരുടെ മാമി? നിന്നെപ്പോലെ എടുത്തി എന്നെ അങ്ങനെ വിളിക്കരുത്. സുമ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. സുമയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് വീട്ടിലുള്ളവരും പുറത്തേക്ക് വന്നിരുന്നു. ഭദ്രയെ കാണെ രാജേഷിൻ്റെയും സുമേഷിൻ്റെയും സന്ധ്യയുടെയും ഒക്കെ വന്നു മുഖം കടുത്തു. ലച്ചു! അവർക്ക് പുറകെ വീടിന് പുറത്തേക്ക് വന്ന ലച്ചുവിനെ കാണെ ഭദ്ര നിറമിഴിയാലെ എന്നാൽ ചെറിയ പുഞ്ചിരിയോടെ വിളിച്ചു. ഭദ്രയെ കാണാൻ പെട്ടെന്ന് ലച്ചുവിൻ്റെ മുഖം ഒന്ന് വിടർന്നെങ്കിലും പിന്നെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ നിന്നു. ഭദ്ര എല്ലാവരുടെയും മുഖത്തെ അവജ്ഞ കണ്ടൊന്നും മനസ്സിലാകാതെ നിന്നു. ഏതവൻ്റെ കൂടെയായിരുന്നടി നീ ഇത്രയും ദിവസം? സുമ ദേഷ്യത്തിൽ ഭദ്രയെ നോക്കി ചോദിച്ചു. ഭദ്ര അവരെ പകപ്പോടെ നോക്കി. മാമി, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ മാമി എന്ന് വിളിക്കരുതെന്ന്. സുമ വീണ്ടും ചൂടായി. ചത്തുപോയ നിന്റെ തള്ളയുടെ പേര് പറഞ്ഞ് ഏതൊക്കെയോ നേർച്ചകളുണ്ടെന്നും അതൊക്കെ നടത്തി ഒരാഴ്ചക്കുള്ളിൽ നീ തിരികെ വന്ന് നിന്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് നീ ഇവിടെ നിന്ന് പോയത്. ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ കാണഞ്ഞപ്പോൾ ഇവിടെ കൊണ്ട് തള്ളി നീ മുങ്ങിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സുമ പറയുന്നത് കേട്ട് ഭദ്ര നിഴൽമേയാലെ അല്ല എന്ന് തലയാട്ടി. നിന്റെ മാമനെ ഞാൻ പറഞ്ഞത് വിശ്വാസമാകാതെ നിനക്കിനി വല്ല അപകടവും പറ്റിയോ, അതല്ല നീ തിരികെ നിന്റെ നാട്ടിൽ ചെന്നിരുന്നതെന്നൊക്കെ അറിയാൻ ഇത് ഞാൻ നിൻ്റെയൊക്കെ നാട്ടിലുള്ളവരെ വിളിച്ചപ്പോഴല്ലേ നിൻ്റെയൊക്കെ താനിക്കോണം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. സുമ പറയുന്നത് കേട്ട് ഭദ്രയൊന്ന് ഞെട്ടി. നാട്ടിൽ വിളിച്ചാൽ എന്തൊക്കെയാകും അവിടെയുള്ളവർ തന്നെക്കുറിച്ച് പറയുക എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഭദ്ര മിഴികൾ ഉയർത്തി രാജേഷിനെ ഒന്ന് നോക്കി. അയാളുടെ മുഖത്ത് നിറഞ്ഞു കാണുന്ന വെറുപ്പും മറുപ്പും കാണെ അവൾ തല താഴ്ത്തി. ആ നാട്ടിൽ നിൻ്റെയൊക്കെ വേല എല്ലാവരും മനസ്സിലാക്കി അവിടുന്ന് നിന്നെയൊക്കെ എല്ലാവരും ആട്ടി ഓടിച്ചതാണല്ലേ? നാണമില്ലല്ലോടി സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ. സുമ പല്ലെറിമിക്കൊണ്ട് ചോദിച്ചു. മാമി, ഞാൻ അങ്ങനെ നിന്നോടല്ലടി പിടിച്ചവളെ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. സുമ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് അടിച്ചു. കവിളിൽ കൈവച്ച് ഭദ്ര അവരെ തളർച്ചയോടെ നോക്കി. നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ഭദ്ര. അത്രയും നേരം മിണ്ടാതെ നിന്ന രാജേഷ് അവളെ നോക്കി പറഞ്ഞു. ഭദ്ര അങ്ങേയറ്റം നിസ്സഹായതയോടെ അയാളെ നോക്കി. വളരെ ചെറുപ്പം മുതൽ നീ കുടുംബം നോക്കാൻ തുടങ്ങിയതാണ്. പഠിത്തവും എല്ലാം ഉപേക്ഷിച്ച് നീ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് നിന്നോട് പ്രത്യേകം ഒരു ഇഷ്ടവും അനുകമ്പയും ഒക്കെ തോന്നിയിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു എൻ്റെ ചേച്ചിക്ക് മാതി നിൻ്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ എന്ന് മരിക്കുവോളം അവർ പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകും. പക്ഷെ മരിച്ചുപോയ നിന്റെ അമ്മയും കൂടി നാണം കെടുത്തുന്നതും അവരുടെ ഇത്രയും കാലത്തെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്നതും കൂടിയാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നിന്നെ തിരക്കി നാട്ടിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ട് എൻ്റെ തൊലി വിരിഞ്ഞുപോയി. രാജേഷ് വെറുപ്പോടെ പറഞ്ഞ് മുഖം വെട്ടിച്ചു. ഭദ്ര കണ്ണുകൾ ഇറുകെ മൂടിക്കളഞ്ഞു. എൻ്റെ ചേച്ചി, അതായത് നിൻ്റെ അമ്മ നിന്നെപ്പോലെ ശരീരം വിറ്റാണോ ജീവിച്ചിരുന്നതെന്ന് അവിടെയുള്ളവർക്കൊക്കെ ഇപ്പോൾ സംശയമാണ്. ഭർത്താവ് എത്ര കൊള്ളരുതാത്തവനായിരുന്നെങ്കിലും അയാളുടെ പുറകെ പോകാതെ നിങ്ങളെ രണ്ട് പെൺപിള്ളേരെ ഉള്ള കൂലിപ്പണിക്ക് പോയാ അവർ നോക്കി വളർത്തിയത്. നീ ഒറ്റ ഒരുത്തി കാരണം ചത്തു തുളഞ്ഞ് മുകളിൽ നിൽക്കുന്ന അവരും ഇനി ഒന്നും മോശം കേൾക്കാനുണ്ടാകില്ല. രാജേഷ് പറഞ്ഞത് കേട്ട് ഭദ്ര പൊട്ടിക്കരഞ്ഞുപോയി. മാമ മാമ ഞാൻ അമ്മയ്ക്ക് അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. നിന്റെ കള്ളക്കരച്ചിലൊന്നും ഇവിടെ വേണ്ട, രാജേഷ് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. മാമ, എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ അവൾ പെട്ടെന്ന് അയാളുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അയാളോട് പറഞ്ഞു. കൈയടിക്കടി. ഇനി എൻ്റെ കെട്ടിയവൻ്റെ ചൂടും കരുത്തും അറിയാൻ വേണ്ടിയാണോ നീ അങ്ങേരുടെ അടുത്തേക്ക് ഒട്ടുന്നത്? പെട്ടെന്ന് സുമ അവളെ പിടിച്ചു വലിച്ച് അവളുടെ കവിളിലേക്ക് ഒരിക്കൽ കൂടി അടിച്ചുകൊണ്ട് ചോദിച്ചു. അവർ പറഞ്ഞത് കേട്ട് തറഞ്ഞു പോയിരുന്നു. ഇനി എൻ്റെ രാജേഷ്ഠനെയും കൂടി വശീകരിച്ച് നിനക്ക് കൂടെ കിടത്തണോ? സുമ അവളെ പിടിച്ചു വിളിച്ചുകൊണ്ട് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. ചേച്ചി! ലച്ചു വെപ്രാളത്തോടെ വിളിച്ചു. അവൾക്ക് നേരെ വന്നപ്പോഴേക്കും ഭദ്ര നിലത്തേക്ക് വീഴാതെ കരുത്തിട്ട് രണ്ട് കൈകൾ അവളെ താങ്ങിയിരുന്നു. ടോണിയായിരുന്നു അത്. അവൻ അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി. ശേഷം അവൻ പിടിച്ചു വെച്ച ഭദ്രയെ അവൻ നേരെ നിർത്തി. എന്നാൽ ഭദ്ര ചുറ്റിനും നടക്കുന്ന ഒന്നും അറിയാതെ ഏതോ ഒരു മായാലോകത്തിൽ പെട്ടുപോയതുപോലെയായിരുന്നു. സുമ പറഞ്ഞ വാചകങ്ങൾ കേട്ടതും ആരോ തൻ്റെ തലകിട്ട് കൂടം കൊണ്ടടിച്ചതുപോലെയാണ് ഭദ്രയ്ക്ക് തോന്നിപ്പിച്ചത്. നീ ഏതാടാ? രാജേഷ് ടോണിയെ നോക്കി സംശയത്തോട് ചോദിച്ചു. അവനൊന്നും പറയാതെ അവരിൽ നിന്ന് നോട്ടം മാറ്റി ഭദ്രയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നാൽ അവൾ അവിടെ ഒന്നും അല്ല എന്ന് അവന് തോന്നി. ചേച്ചി! ലച്ചു ഓടി വന്ന് ഭദ്രയുടെ തോളിൽ പിടിച്ചു. ഭദ്ര ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. അപ്പോഴാണ് അവൾ ടോണിയെ കാണുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ടോണി അവളെ നോക്കി പറഞ്ഞു. 10 മിനിറ്റോ? നീ ഏതാടാ? സുമ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. ഞാൻ ഭദ്രയ്ക്കൊപ്പം വന്നതാണ്, ടോണി പെട്ടെന്ന് തന്നെ പറഞ്ഞു. ലച്ചു സംശയത്തോടെ അവനെയും ഭദ്രയും ഒന്ന് നോക്കി. ഓ, അപ്പോൾ ഇത്രയും ദിവസം ഇവൾ നിൻ്റെ അടുത്തായിരുന്നല്ലേ? സുമ ദേഷ്യത്തോടെ ടോണിയെ നോക്കി ചോദിച്ചു. ടോണി അവർ പറയുന്നത് ഗൗനിക്കാതെ ഭദ്രയെ നോക്കി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു രാജേഷേട്ടാ? അവൾ പുറത്ത് ഒരുത്തനെ കാത്തു കെട്ടി നിർത്തിയിട്ടാണ് ഇവിടേക്ക് കയറി വന്നത്. സുമ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും രാജേഷിനെ നോക്കി പറഞ്ഞു. അവിടുത്തെ ബഹളം കേട്ട് ചുറ്റുമുള്ള പ്രദേശവാസികളും ആ വീടിന് ചുറ്റും നിന്നിരുന്നു. ഇപ്പോൾ ഇറങ്ങിക്കൊള്ളണം നീ ഈ വീട്ടുമുറ്റത്ത് നിന്ന്. നിന്നെപ്പോലെ ഒരുത്തി ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് അപമാനമാണ്.
നിൻ്റെ അനിയത്തെയും കൂട്ടിക്കോ. ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് ഇവൾക്ക് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ തൂങ്ങേണ്ടി വരുമെന്നോർത്ത് മാത്രമാണ് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാതെ ഇത്രയും ദിവസം ഇവിടെ നിർത്തിയത്. ഇനി ഒറ്റ നിമിഷം നീയൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല. സുമ ഭദ്രയും ലച്ചുവിനെ നോക്കി പറഞ്ഞു. ലച്ചു വേഗം അകത്തേക്ക് പോകാൻ തോന്നിച്ചു. എവിടേക്കാടി നീ പോകാൻ നോക്കുന്നത്? സുമ ലച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. പതിനെട്ട് ബാഗ് എടുത്തുകൊണ്ട് വരാൻ ലച്ചു അല്പം നീ ഇടത്തേക്കും പോകണ്ട. മോളെ സന്ധ്യേ, പോയി ഇവളുടെ സാധനം എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് വാ. ഇവളെ അകത്ത് കയറ്റി വിട്ടാൽ കിട്ടിയ തക്കത്തിന് എന്തെങ്കിലും അടിച്ചു മാറ്റിയെന്ന് വരും. ലച്ചുവിനെ തടഞ്ഞ് സുമ സന്ധ്യയോടായി പറഞ്ഞു. സന്ധ്യ വേഗം അകത്തേക്ക് നടന്നു. ലച്ചുവിനെ പറഞ്ഞു വിടണോ സുമേ? രാജേഷ് കുറച്ച് മടിച്ച് സുമയോട് പതിയെ ചോദിച്ചു. സുമ അയാളെ രൂക്ഷമായി നോക്കി. പിന്നെ പറഞ്ഞു വിടാതെ? എന്താ നിങ്ങൾ അവളെ നോക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? അവളുടെ പഠിപ്പും കല്യാണവും ഒക്കെ നിങ്ങൾ നോക്കൂ? സുമ അയാളോട് തട്ടിക്കയറി ചോദിച്ചു. രാജേഷ് പിന്നെ ഒന്നും പറയാൻ പോയില്ല. സന്ധ്യ അപ്പോഴേക്കും ലച്ചുവിൻ്റെ സാധനങ്ങളുമായി അവിടേക്ക് വന്നിരുന്നു. സുമ അവളുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി അത് ഭദ്രയുടെ മേലേക്ക് ഇട്ടു. ഭദ്ര പുറകിലേക്കൊന്ന് വേച്ചു പോയി. ഇനി മേലാൽ നിന്നെയൊന്നും ഞങ്ങളുടെ കൺമട്ടത്ത് കണ്ടുപോകരുത്. ഇറങ്ങിക്കൊള്ളണം ഇപ്പോൾ തന്നെ. സുമ അവരെ നോക്കി അലറി. ഭദ്ര നിറമിഴിയാതെ അവരെ നോക്കി. സുമ ദേഷ്യത്തിലാണ്. രാജേഷിൻ്റെ മുഖത്തും ദേഷ്യമാണ്. സന്ധ്യയുടെ മുഖത്ത് പുച്ഛമാണ്. അവൾ സുമേഷിനെ ഒന്ന് നോക്കി. ഇത്രയും നാൾ തന്നെ കാണുമ്പോൾ തിളങ്ങിയിരുന്ന അവൻ്റെ കണ്ണുകളിൽ വെറുപ്പ് നിറഞ്ഞിരിക്കുന്നത് അവൾ വേദനയോടെ മനസ്സിലാക്കി. ചുടുകണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു. നിന്നോടല്ലേടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? സുമ ഭദ്രയെ പിടിച്ചു വലിച്ച് അവരുടെ വീടിൻ്റെ പുറത്തു നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു. ഭദ്ര നിലത്തേക്ക് വീണുപോയി. ലച്ചു വേഗം അവളുടെ അടുത്ത് കിടന്ന് ബാഗ് കയ്യിലെടുത്ത് ഭദ്രക്കരികിലേക്ക് ചെന്നു. ടോണി അപ്പോഴേക്കും ഭദ്രയുടെ തോളിൽ കൈവച്ച് അവളെ പൊക്കി എണീപ്പിച്ചിരുന്നു. പിഴച്ചവൾ. സുമ അത് കണ്ട് ഭദ്രയെ നോക്കി ഉറക്കെ വിളിച്ചു. ഭദ്ര പെട്ടെന്ന് തന്നെ ടോണിയുടെ കൈകൾ തട്ടിമാറ്റി കുറച്ച് മാറി നിന്നു. സുമ അവരെ നോക്കി ഒന്ന് കാർക്കിച്ച് നിലത്തേക്ക് ആഞ്ഞു തുപ്പി. ഭദ്ര വേഗം ലച്ചുവിൻ്റെ കൈയും പിടിച്ച് ഇനിയൊന്നും കാണാനും കേൾക്കാനും പറ്റില്ലാത്തതിനാൽ അവിടുന്ന് നടന്നു. ടോണിയും അവൾക്ക് പുറകെ നടന്നു. എന്താ സുമ കാര്യം? അയൽപ്പക്കത്തെ ആരോ സുമയോട് ചോദിച്ചു. ഓ എൻ്റെ മോളി, ആ പെണ്ണൊരു വേശ്യയാണ്. അവൾ നാട്ടിൽ ശരീരം വിട്ട് നടക്കുമായിരുന്നെന്ന്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. സുമ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഭദ്രയും കേട്ടു. അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. ലച്ചുവിൻ്റെ കൈയും പിടിച്ച് അവൾ വേഗത്തിൽ നടന്നു. അവിടുന്ന് കുറച്ചങ്ങ് മാറിയതും ലച്ചു ഭദ്രയുടെ കൈ കുടഞ്ഞ് കൈ വലിച്ചെടുത്തു. ചേച്ചി ഇത്രയും ദിവസം എവിടെയായിരുന്നു? നിങ്ങൾ ഒറ്റൊരാൾ കാരണം ഞാൻ ആ വീട്ടിൽ എന്തൊക്കെ അനുഭവിച്ചെന്നോ? അവരുടെ ആട്ടും തൂപ്പും ഏറ്റാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. എന്നെക്കൊണ്ട് ആ വീട്ടിലെ പണി മുഴുവൻ എടുപ്പിച്ചു. കഴിക്കാനുള്ള പഴയതും പുളിച്ചതുമാണ് എനിക്ക് തന്നിരുന്നത്. നാട്ടിൽ വിളിച്ചതിൽ പിന്നെ എന്നെ ഇനി അവർ പറയാനൊന്നുമില്ല. മാമി ഇടയ്ക്ക് എന്നെ ഉപദ്രവിച്ചു, നാണം കെടുത്തി. അവർ പറഞ്ഞതുപോലെ എന്നെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് ചേച്ചി ഇത്ര നാൾ സുഖിക്കുമായിരുന്നല്ലേ? ലച്ചു ചോദിക്കുന്നത് കേട്ട് ആകെക്കൂടെ തളർന്ന ഭദ്ര വീണ്ടും തളർന്നുപോയി. അവൾ ദയനീയമായി ലച്ചുവിനെ നോക്കി. ലച്ചു, നീ ഇത് എന്തൊക്കെയാ? നിങ്ങൾ കാരണം ഞാൻ ഇനിയൊന്നും കേൾക്കാനും നാണം കെടാനുമില്ല. ഞാൻ ഇപ്പോൾ കൂടി നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നത് എനിക്ക് മുമ്പിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. മറ്റാരും എനിക്ക് സ്വന്തം എന്ന് പറയാനില്ലാത്തത് കൊണ്ടാണ്. ലച്ചു അനിഷ്ടത്തോടെ പറഞ്ഞു. ഭദ്ര ലച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അവളുടെ ഉള്ളിൽ നിറയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവൾ അനുഭവിച്ച കാര്യങ്ങളായിരുന്നു. ഞാൻ ഒരിടത്തും സുഖിച്ച് ജീവിക്കുമായിരുന്നില്ലെന്നും ഇവിടുന്ന് പോയപ്പോൾ മുതൽ നേരാവണ്ണം ഭക്ഷണമോ വെള്ളവും കഴിച്ചിരുന്നില്ലെന്നും അവളെ ബലാത്സംഗം ചെയ്യാൻ കുറേ പേർ ശ്രമിച്ചെന്നും അവരിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണെന്നും പിന്നെ അർജുൻ്റെ ഭാഗത്തു നിന്ന് മാനസികമായും ശാരീരികമായും തന്നെ തളർത്തിക്കളയാൻ ഉണ്ടായ പ്രവൃത്തികളും അവൻ്റെ വാക്കുകളും അങ്ങനെ കഴിഞ്ഞ ദിനങ്ങളിൽ താൻ കടന്നുപോയ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അലറിക്കരയണമെന്നും ലച്ചുവിനെ ഇറകെ കെട്ടിപ്പിടിച്ച് അവളിൽ ആശ്വാസം തേടണമെന്നൊക്കെ ഭദ്ര കരുതിയിരുന്നു. എന്നാൽ ഭദ്രയ്ക്ക് ആ നിമിഷം ലച്ചുവിനോടൊന്നും പറയാനായില്ല. ഭദ്ര വിഷമത്തോടെ ലച്ചുവിനെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നമുക്ക് പോകാം, ഭദ്ര ലച്ചുവിനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ഈ ബാഗ് പിടിക്ക്, എൻ്റെ കൈ കഴിച്ചു, ലച്ചു ഭദ്രയെ നോക്കി പറഞ്ഞു. ഭദ്ര തിരിഞ്ഞ് ലച്ചുവിനെ നോക്കി. ശേഷം അവളുടെ അടുത്തേക്ക് വന്ന് ആ ബാഗ് വാങ്ങി. ഭദ്രയുടെ നോട്ടം അവരെ തന്നെ സൂക്ഷിച്ച് നോക്കി നിൽക്കുന്ന ടോണിയിലെത്തി. ഞാൻ പിടിക്കാം, ടോണി ഭദ്രയെ നോക്കി പറഞ്ഞു. വേണ്ട സാർ, ഭദ്ര അവനെ നോക്കി പറഞ്ഞ് വണ്ടിക്കരികിലേക്ക് നടന്നു. ലച്ചു ടോണിയെ ഒന്ന് പാടി നോക്കി ഭദ്രയ്ക്ക് പുറകെ ചെന്നു. ഭദ്ര വണ്ടിക്കരികിലേക്ക് ചെന്നതും ടോണി അവൾക്കായി പുറകിലെ ഡോർ തുറന്നു കൊടുത്തു. ലച്ചു അതൊക്കെ കണ്ട് അമ്പരപ്പോടെ നിന്നു. ഭദ്ര ലച്ചു ആദ്യം കയറാൻ വേണ്ടി കുറച്ച് മാറി നിന്നതും ലച്ചു വേഗം വണ്ടിക്കകത്തേക്ക് കയറിയിരുന്നു. അവൾക്ക് പുറകെ ഭദ്ര കയറിയതും ടോണി ഡോർ അടച്ച് ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇതാരാ ചേച്ചി? ലച്ചു പതിഞ്ഞ സ്വരത്തിൽ മുന്നിലിരിക്കുന്ന ടോണിയെ ചൂണ്ടി ഭദ്രയോട് ചോദിച്ചു. ചേച്ചി അർജുൻ സാറിനെ കണ്ടിട്ട്? ഭദ്ര എന്തെങ്കിലും മറുപടി പറയും മുൻപ് ലച്ചു വീണ്ടും ചോദിച്ചു. അർജുൻ്റെ പേര് കേട്ടതും ടോണി മിറലിലൂടെ പുറകിലേക്കൊന്ന് നോക്കി. ചേച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ടായിട്ടല്ല, കുറച്ചു മുമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ മാമിയുടെയും മാമൻ്റെയും പറച്ചിലൊക്കെ കേട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പറഞ്ഞു പോയതാ, ലച്ചു ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഭദ്ര പെട്ടെന്ന് ലച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തരുത് മോളെ. ഞാനിപ്പോൾ ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണ്. അപ്പോൾ നീ എന്തെങ്കിലും പറയുമ്പോൾ ചങ്കിലാരോ കത്തി കുത്തി കയറ്റുന്ന പോലെയാണ്.
അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലച്ചു ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം വണ്ടിയിൽ നിശബ്ദത നിറഞ്ഞു. ഇനി എവിടേക്കാണ്? ടോണി വണ്ടി ഓടിക്കുന്നതിനിടയിൽ ചോദിച്ചു. മധുര വേഗം ഷാൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചു. ശേഷം അവളുടെ സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തു. നമ്മൾ നാട്ടിലേക്കാണോ? ലച്ചു ഞെട്ടലോടെ ചോദിച്ചു. മധുര ഒന്ന് മൂടി. അവിടേക്ക് പോയിട്ട് എന്തിനാ? അവിടെ നൽകാൻ ഒരു വഴിയില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ അവിടുന്ന് നിൻ്റെ സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ പോകുന്നതാണ് ലച്ചു. ലച്ചു ദേഷ്യത്തിൽ ഭദ്രയുടെ നേരെ പറഞ്ഞു വന്നതും ലച്ചു സമാധാനപൂർവ്വം പറഞ്ഞു. അത് കേൾക്കെ ലച്ചുവിൻ്റെ മുഖം വന്ന് തെളിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എവിടേക്കാണ് ചേച്ചി? അർജുൻ സാറിൻ്റെ അടുത്തേക്കാണോ? ചേച്ചി എന്താ അർജുൻ സാറിനെ കാണാൻ പോയി കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയാത്തത്? ലച്ചു ആവശ്യത്തോടെ ചോദിച്ചു. ഞാൻ അർജുൻ സാറിനെ കണ്ടു ലച്ചു. സാറിനെ കാണാൻ എനിക്കധികമൊന്നും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പെട്ടെന്ന് കാണാൻ പറ്റി. കണ്ടതും സാർ എനിക്ക് നേരെ നീട്ടിയ ഓഫർ ഇപ്പോഴും നിലവിലുണ്ടെന്ന് പറഞ്ഞു. ഞാനത് സ്വീകരിച്ചു. സാർ പറഞ്ഞ പോലെ ചെയ്തോളാമെന്ന് ഞാൻ വാക്കും നൽകി. പിന്നെ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഇട്ട് നൽകി. സാർ എനിക്ക് അഡ്വാൻസ് പൈസ തന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. മധുര പുറത്തേക്ക് കണ്ണു നട്ടുകൊണ്ട് പതിയെ പറഞ്ഞു. അത് കേട്ടുകൊണ്ടിരുന്ന ടോണി ഇടങ്ങണ്ണിട്ട് പുറകിലേക്കൊന്ന് നോക്കി. മധുര പറഞ്ഞത് കള്ളമാണെന്ന് അവന് നന്നായി മനസ്സിലായിരുന്നു. ആണോ? ഞാൻ പറഞ്ഞില്ലേ സാർ ആള് നല്ല ആളെന്ന്. ലച്ചു ചിരിയോടെ പറഞ്ഞു. ഭദ്ര അവൾക്ക് നേരെ മുഖം തിരിച്ചു. ഞാൻ എന്ത് കാര്യത്തിനാണ് അയാളുടെ അടുത്തേക്ക് പോയതെന്ന് നിനക്കറിയില്ലേ ലച്ചു? ഭദ്ര ദയനീയമായി ചോദിച്ചു. നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ? ലച്ചു പറഞ്ഞുകൊണ്ട് ഭദ്രയിൽ നിന്ന് മുഖം വെട്ടിച്ചു. നമുക്കല്ല ലച്ചു, നിനക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ, ഭദ്ര മനസ്സിൽ പറഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അർജുൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ഇതേ സമയം അർജുൻ്റെ വീട്ടിൽ അവൻ്റെ റൂമിലെ ബെഡിൽ അവൻ്റെ മടിയിലായി ഇരിക്കുകയായിരുന്നു ശില്പ. അവളൊരു ചിരിയോടെ അവനെ ചുംബിക്കാനായി മുന്നോട്ടാഞ്ഞു. അർജുൻ്റെ മനസ്സിൽ ആ നിമിഷം ഭദ്രയായിരുന്നു. അവളുടെ ചോര ചുവപ്പാർന്ന ചുണ്ടുകളായിരുന്നു.